നമസ്കാരം, ഈ ഷോയിലേക്ക് വീണ്ടും സ്വാഗതം. റിലീസിന് മുമ്പേ അവകാശവാദങ്ങളുമായി എത്തുന്ന ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചിത്രം മലയാളത്തിലിറങ്ങി. തുടക്കം മുതൽ അവസാനം വരെ പ്രേക്ഷകരെ കയ്യടി നേടി ഈ ചിത്രം. ട്രാഫിക് പ്രേക്ഷകർക്ക് ഒരു പുത്തൻ ദൃശ്യാനുഭവമായി മാറുകയാണ്. തൻ്റെ പുതിയ ചിത്രത്തിലേക്ക് എത്തിയ വഴികളിലൂടെ രാജേഷ് പിള്ള ഒരിക്കൽ കൂടി തിരിച്ചു ചെല്ലുന്നു. ഈ ചിത്രത്തിൽ താരങ്ങളില്ല, പക്ഷേ എല്ലാ കഥാപാത്രങ്ങളും താരങ്ങളാണ്. ഇത്രയും താരനിര വെച്ച് എങ്ങനെ ബാലൻസ് ചെയ്യാൻ സാധിച്ചു? മലയാളത്തിലെ ഏറ്റവും നല്ല അച്ചടക്കമുള്ള അല്ലെങ്കിൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്തു. ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് അതിൻ്റെ തിരക്കഥ തന്നെയാണ്. ഈ തിരക്കഥയിലുണ്ടായിരുന്ന മുറുക്കം, അത് പ്രത്യേകിച്ചും ഷോർട്സ് എടുത്തപ്പോഴും ഒരുപാട് നമുക്ക് കാണാൻ സാധിച്ചു. എത്രത്തോളം നാൾ വർക്ക് ചെയ്തു ഈ തിരക്കഥയുടെ മുകളിൽ? കൃത്യമായി പറഞ്ഞാൽ 3.5 വർഷത്തോളം വർക്ക് ചെയ്തു. എന്താണെന്നറിയോ ഇതിൻ്റെ കാര്യം? എനിക്ക് തോന്നുന്നത് സഞ്ജു ഞാനായിട്ട് ഒരു തിരക്കഥാകൃത്ത് സംവിധായകൻ ബന്ധമല്ലായിരുന്നു. ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു, ആത്മാർത്ഥ മിത്രങ്ങളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ എന്താ പറയുന്നത്, ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തിരക്കഥാകൃത്തിനെ പോയി കാണുക, എന്നിട്ട് തിരക്കഥ ആവശ്യപ്പെടുക, എന്നിട്ടൊരു സിനിമയ്ക്ക് വേണ്ടി ആലോചിച്ച് അങ്ങനെ മുന്നോട്ട് പോകാം. അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഇത്ര നല്ലൊരു തിരക്കഥ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ആദ്യമേ ഞങ്ങൾ തമ്മിൽ നല്ല തിക്ക് ഫ്രണ്ട്സാണ് ബേസിക്കലി. അപ്പോൾ നമ്മൾ അത്ര നല്ല ഫ്രണ്ട്സാകുമ്പോൾ എന്ന് പറഞ്ഞാൽ വളരെ ഓപ്പണുമാണ്, ഈഗോ ഇല്ല, പരസ്പരം അത്രയും തിക്ക് ഫ്രണ്ട്സാണ്. അപ്പോൾ ഫ്രണ്ടെന്ന് ഞാൻ സായന്ത്രം കൂടുതൽ എടുക്കുന്നുണ്ടാണ്. സഞ്ജു എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരു മെൻറ്ററാണ്, അല്ലെങ്കിൽ എന്താ പറയുക എൻ്റെ ഒരു ഗൈഡാണ് സഞ്ജു. ശരിക്കും സഞ്ജു ആണ് പേഴ്സണലി എന്നെ ഒരുപാട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഈവൻ പേഴ്സണലി മാത്രമല്ല, ഇപ്പം പ്രൊഫഷണലിയും. ആദ്യത്തെ പടത്തിന് പരാജയം കഴിഞ്ഞ് ഞാൻ വളരെ എന്താ പറയുക വളരെ മൂഡ് ഔട്ടായി, അല്ല അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ആ കാലത്തിൽ ആർക്കും വേണ്ടായിരുന്ന സമയത്ത് സഞ്ജു എന്ന സപ്പോർട്ട് ഭീകരമാണ്. അപ്പോൾ ആ സഞ്ജു സപ്പോർട്ട് ചെയ്യുകയും എന്നിൽ കോൺഫിഡൻസ് വളർത്തിയെടുക്കുകയും മാത്രമല്ല എനിക്ക് സിനിമയോടുള്ള കാഴ്ചപ്പാട് സഞ്ജു മാറ്റിയെടുത്തു. അത് സഞ്ജുവിൻ്റെ സിസ്റ്റർ ഒരിക്കൽ ലണ്ടനിൽ നിന്ന് വന്നപ്പോൾ ഇന്ന് വരെയുള്ള, അതായത് കഴിഞ്ഞ വർഷം വരെയുള്ള ഓസ്കാർ കിട്ടിയ സിനിമകളുടെ കളക്ഷൻ ഉണ്ട്, വലിയ ഒരു 4 പെട്ടി. അത് ഇത്രയും വർഷങ്ങൾ ഓസ്കാർ കിട്ടിയ പടങ്ങളുടെ മാത്രം കളക്ഷൻ അത് കൊണ്ട് കൊടുത്തു. സഞ്ജു എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് ഒരു മടിയും കൂടെ എനിക്ക് തന്നു. എന്നിട്ട് ഇത് മൊത്തം കാണണം, ഇതിൽ ഓരോ സിനിമയും നമുക്ക് ചർച്ച ചെയ്യണം. അപ്പോൾ അത് സ്വന്തം സിസ്റ്റർ ഇത്രയും വർഷം ശേഷം കൊണ്ട് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്നിൽ സിനിമാക്കാരനെ വളർത്താൻ വേണ്ടി ഒരു മടിയും കൂടെ തന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഡെപ്തിനെ പറ്റി. ഇതിന് തന്നെ ഒരു സിനിമാ കഥ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. എന്താ പറയുന്നത്, എനിക്ക് ലക്ഷ്യം എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഓർമ്മ വന്നു. ഋത്തിക് റോഷൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, അതായിരുന്നു ഞാൻ. മടിയനും കുഴിമടിയനും എല്ലാത്തിനും മടി, അലസത, അതുവരെ എന്നാൽ ജീവിതത്തെ നേരിടാനുള്ളൊരു ഭയമുള്ളൊരു മനുഷ്യനായിരുന്നു. അവിടുന്ന് ഇത്ര കോൺഫിഡൻസോടെ ഇപ്പം ഞാൻ അനീഷിനോട് സംസാരിക്കുന്നവരെ എന്നെ മാറ്റിയെടുത്തത് പുള്ളി ആ ക്രെഡിറ്റ് സഞ്ജുവിനുള്ളതാണ്. ഞാൻ ഒട്ടും അതിശക്തിയോടെയല്ല, അത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഒരു നന്ദിയുടെയായിപ്പോൾ എന്നുള്ളതുകൊണ്ട് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ശരിക്കും ഞാൻ പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ സിനിമയെ വളരെ പാഷനോടെ കാണുന്ന ഒരാളാണ്. എനിക്ക് സിനിമയല്ലാതെ ഒരു ജീവിതവും ഇല്ല. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട് എനിക്ക് ഇതിൻ്റെ ഓരോ സെക്കൻഡും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് ഒരു സിനിമ കഴിയുമ്പോൾ എനിക്ക് നിരാശയും ഭയങ്കര പേടിയാണ്. കാരണം ഇനി ഇത്രയും ദിവസം ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, പുതിയ സിനിമകൾ കാണാം. എൻ്റെ ഏറ്റവും വലിയ ഹോബി എന്ന് പറയുന്നത് സിനിമ കാണലാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, അതിൻ്റെ കഥ ആലോചിക്കുക, കഥാപാത്രവുമായിട്ട് നമ്മൾ സഞ്ചരിക്കുക, പിന്നെ അത് ഷൂട്ട് ചെയ്യുക, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഇരിക്കുക, അത്രത്തോളം എൻജോയ്മെൻ്റ് ഒരു ഫിലിമിൽ നമ്മൾ വേറെ ഒന്നുമില്ല. പെട്ടെന്നൊരു ബൈലൈനിൽ നിന്ന് 4-5 പയ്യന്മാരെൻ്റെ കാറിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ ഒരു ട്രാഫിക് ഐലൻഡിൽ വെച്ച് കാർ ഏതോ ഒരു വാഹനത്തെ ഇടിച്ചു.
ഈ ആദ്യത്തെ ചിത്രം പരാജയപ്പെട്ടപ്പോൾ ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ എന്തായിരുന്നു മാനസികാവസ്ഥ? ഞാൻ പറയട്ടെ, ഇപ്പം തിരക്കഥ എന്ന് പറഞ്ഞ സിനിമയിൽ രഞ്ജിത്തേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സിനിമ എന്നും വിജയിക്കുന്നതിൻ്റെ ലോകമാണ്, സത്യമാണ്. കാരണം അല്ല, വിജയിക്കുന്നവരുടെ പിന്നിലാണ് സിനിമ. ഒരു പരാജിതനായി ഒരു സിനിമ ഫീൽഡിൽ നിൽക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ദയനീയമായ അല്ലെങ്കിൽ മോശമായ ഒരു അവസ്ഥ മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. എൻ്റെ ആദ്യത്തെ പടം 2005 ഹൃദയത്തിൽ സൂക്ഷിക്കാനാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ പറയുന്നത്, പിന്നീട് ഉടനെ തന്നെ ഒരു സിനിമയ്ക്ക് ഞാൻ ട്രൈ ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ ഒരു കഥ കേൾക്കാൻ പോലും ഒരു താരവും തയ്യാറാവില്ല. അല്ലെങ്കിൽ ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള ഒരു പ്രശസ്ത താരം ഞാൻ നല്ലൊരു കഥയുമായി സമീപിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് എനിക്ക് അടുത്ത 5 വർഷത്തേക്ക് ഡേറ്റിൽ നിന്നാണ്. കാരണം അദ്ദേഹം ഒരു മമ്മൂട്ടി മോഹൻലാലാണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം. അത് രണ്ടും അല്ലാത്ത ഒരാൾ 5 വർഷത്തേക്ക് ഡേറ്റില്ല എന്ന് പറയുമ്പോൾ അതിലുള്ള ഓക്കെ ഒഴിവാക്കാം. പക്ഷെ അതിന് ഈ രീതിയിലുള്ളൊരു ഞാൻ പറയും, സാർ കഥയൊന്ന് കേട്ട് നോക്ക്, കഥയൊന്ന് കേട്ടിട്ട് നല്ലത് ചീത്തയാണ് കഥയൊന്ന് സാറൊന്ന് കേട്ടിട്ട് സാർ തീരുമാനിക്കും. സാർ പറയുന്ന മാറ്റങ്ങൾ വരുത്താം. അറ്റ്ലീസ്റ്റ് കഥ കേട്ടിട്ടാകുമ്പോൾ എനിക്ക് നിരാശയില്ല. ഓക്കെ കഥ കൊള്ളില്ല, ഞാൻ ചെയ്യുന്നില്ല, അല്ല കഥ കൊള്ളാം, ഇന്ന മാറ്റങ്ങൾ വേണം. പക്ഷെ പുള്ളി പറഞ്ഞു കഥ കേൾക്കാൻ എനിക്ക് കഥ കേൾക്കാൻ സമയമില്ല, എനിക്ക് കഥ കേൾക്കണമെങ്കിൽ ഒരു 5 വർഷം കഴിയണം, ഇല്ല കഥ കേൾക്കാൻ സമയമുള്ള ആരെങ്കിലും നിങ്ങൾ സമീപിക്കും എന്നുള്ളത്. അതറിയപ്പോഴുണ്ടോ സിനിമയിൽ? തീർച്ചയായും അതറിയപ്പോഴുണ്ട് സിനിമയിൽ. സിനിമയുടെ മുൻനിരയിൽ തന്നെ ഉണ്ട്. പക്ഷെ അതങ്ങനെ പേര് പറയുന്നത് പിന്നെ അത്തരം ചില ഓർമ്മകളാണല്ലേ, അത്തരം ചില ഇതാണ് നമുക്ക് എനർജി കൂടുതൽ പകരുന്നത്. ശരിക്കും അപ്പോഴൊക്കെ ഞാൻ അത്തരം കാര്യങ്ങൾ ഞാൻ ഭയങ്കര ഡെസ്പായിട്ടുണ്ട്. പക്ഷെ സഞ്ജയാണ് എന്നെ പഠിപ്പിച്ചത് ഡെസ്പാവുകയല്ല, അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ട് വരികയാണ് വേണ്ടത്. കാരണം അത്ര അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്ന പാഠങ്ങളാണ്, ജീവിതത്തിൽ കിട്ടുന്ന വിലകൂടിയ പാഠങ്ങളാണ്. ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രത്തോളം എന്നെ നമ്മുടെ വ്യക്തിത്വത്തെ ഇൻസൾട്ട് ചെയ്തൊരു സംഭവമുണ്ട്. മലയാളത്തിലെ വേറൊരു താരം എന്നോട് പറഞ്ഞു നമുക്കൊരു പടം ചെയ്യാം ആ സമയത്ത് തന്നെ. എന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് എറണാകുളത്ത് വരുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ എറണാകുളത്ത് വരുന്നു, പുള്ളി വിളിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു ഇത്രയും തീ വരാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു അത് വേണ്ട, അടുത്ത ഒരു ദിവസം പറഞ്ഞു. ഞാൻ വരുമ്പോൾ എറണാകുളത്ത് വന്നു കഴിയുമ്പോൾ പുള്ളി പറയുന്നു അയ്യോ ഞാൻ എറണാകുളത്തില്ല, ഞാൻ രാവിലെ പുള്ളിയോട് പറയേണ്ടത് ഞാൻ പുറപ്പെട്ടത്. അദ്ദേഹം പറയുന്നു ഞാൻ എറണാകുളത്തിൽ അത്യാവശ്യം കോഴിക്കോട് കൊണ്ടിരുന്നു, ഒരു ദിവസം അവിടെ നിൽക്കും. ഞാൻ നിന്നു, അടുത്ത ദിവസം ഉച്ചയ്ക്ക് കാണാമെന്ന് പറയുന്നു. അടുത്ത ദിവസം ഉച്ചയ്ക്ക് എന്താണ് പറയുന്നത് ഒരു ഹോട്ടലിൽ വെച്ച് കാണുമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു 10 കിലോമീറ്റർ അകലത്തിലാണെന്ന് പറയുന്നു. ഈ 10 കിലോമീറ്റർ അകലത്തിൽ നിന്ന് അദ്ദേഹം വരാൻ വേണ്ടി ഏകദേശം 6 മണിക്കൂർ എന്നെ അവിടെ ഇരുത്തി. എന്നിട്ട് അദ്ദേഹം വന്നില്ലെന്ന് മാത്രമല്ല ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു എന്ന് പറഞ്ഞു. ഇത്രയും വലിയ ട്രാഫിക് ബ്ലോക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. കൊച്ചി സിറ്റിക്കകത്തനാണ് ഈ 10 കിലോമീറ്റർ അകലം. എന്നിട്ട് അദ്ദേഹം എന്നെ അങ്ങോട്ട് വരുത്തിച്ചു. ഞാൻ അങ്ങോട്ട് ചെന്നു. എനിക്ക് തിരിച്ച് ട്രിവാൻഡ്രം പോകേണ്ടതുമാണ്. രാത്രി 6 മണി വരെ വെയിറ്റ് ചെയ്തിട്ട് വൈകിട്ട് 6 മണി വരെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അങ്ങോട്ട് ചെന്നു. എനിക്ക് പക്ഷേ അങ്ങോട്ട് ഒരു ഈ 10 കിലോമീറ്റർ കവർ ചെയ്യാൻ എന്നെ സംബന്ധിച്ചുള്ള ഒരു 20 മിനിറ്റ് വേണ്ടി വന്നുള്ളൂ. ആ വൈകുന്നേരത്തെ ട്രാഫിക്കിൽ പോയി ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നു അല്ല ശരിക്കും എന്തിനാണ് വന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. അത് ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു തിക്തനുഭവമാണ്. ഞാൻ പറയല്ല സിനിമ ഞാൻ ഡിസ്കസ് ചെയ്യാനല്ലേ. അയ്യോ ഞാൻ അത് വെറുതെ പറഞ്ഞാണ്, അത് വിട്ടേരെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷമോ ആ രീതിയിലൊക്കെ പെരുമാറാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം അതിൽ കൂടുതലൊന്നും കിട്ടാനില്ല. വേറൊരു അനുഭവം തന്നെ ഉണ്ട്. അതുപോലെ ട്രിവാൻഡ്രത്ത് തന്നെയുള്ളൊരു പ്രമുഖ നിർമ്മാതാവ് ഞാൻ പോയി കഥ പറയുന്നു. അത് എന്നെ വീട്ടിൽ വിളിച്ചിരുത്തി കഥയെല്ലാം കേൾക്കുന്നു. 2-2.5 മണിക്കൂറോളം കഥ ഡീറ്റെയിൽഡായിട്ട് സ്ക്രിപ്റ്റ് ഉള്ള രീതിയിൽ ഞാൻ പറഞ്ഞു. ഈ 2.5 മണിക്കൂർ ക്ഷമയോടെ കേട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അതിനോട് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം എന്നോട് ചോദിക്കുന്നു അതൊക്കെ പോട്ടെ കഥയൊക്കെ കൊള്ളാം, നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഇവിടെ വരാൻ? നീ ആദ്യത്തെ പടം ഇത്രയും ഫ്ലോപ്പ് ആക്കിയൊരു ഡയറക്ടറല്ലേ, നീ എന്ത് ധൈര്യത്തിലാണ് എൻ്റെ വീട്ടിൽ കയറുമെന്ന് എന്നോട് ഈ 2 മണിക്കൂർ കഥ പറഞ്ഞത്? നിനക്ക് നാണമില്ലേ? അതൊന്നുമല്ല, അതിനേക്കാൾ മോശമായ ഭാഷ ഉപയോഗിച്ചു. അപ്പോൾ അതെന്നൊക്കെ പറയുന്നത് പുള്ളിക്ക് കഥ കേൾക്കണമെങ്കിൽ പുള്ളിക്ക് ഒഴിവാക്കായിരുന്നു, അല്ലെ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല ഒഴിവാക്കായിരുന്നു. പക്ഷേ ഇതെല്ലാം 2 മണിക്കൂർ ക്ഷമയോടെ കേട്ടിട്ട് ഒരു 10 മിനിറ്റ് നിർത്താതെ പുള്ളിനെ പൊരിച്ചു. അത് വളരെ മോശമായ ഭാഷയായിരുന്നു. അപ്പോൾ അത്ര അനുഭവങ്ങൾ എന്നേക്കാൾ എനിക്ക് വേറെ മറ്റു സംവിധായകർക്ക് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ജീവിതം വളരെയധികം മടക്കാൻ നമ്മളെ സഹായിക്കും.